ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വേണ്ടെങ്കിൽ വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു ഫാൻ ഉണ്ടാക്കാൻ വേണം. ആ ഫാനിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു 8 അടി വലിപ്പം വരും ആ ഫാൻ. അത് വർക്ക് ചെയ്യണതെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു 12 വോൾട്ട് മോട്ടറിലാണ് ആ സാധനം വർക്ക് ചെയ്യണത്. ഇതിനൊരുപാട് ഞാൻ ടൈം എടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. അതായത് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രികൾ ഞാൻ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ് ഒരു 7:30 ഇരുന്നുണ്ടെങ്കിൽ 12 മണി 1 മണിയൊക്കെ ആവും എണീക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അധികം പറഞ്ഞു നീട്ടില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് അങ്ങോട്ട് പോകാം. നമ്മൾ അതിന് വേണ്ടി എടുത്തേക്കാണ് നമ്മുടെ സാധാരണ സീലിംഗ് ഫാനിൻ്റെ ഒരു സംഭവം എടുത്തേക്കണം. അപ്പോൾ അതിൻ്റെ കോയിലും കാര്യങ്ങളും ചെമ്പുമ്മയൊക്കെ വന്ന ആ ഒരു ഭാഗം എടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതും വേണ്ടി ഫാൻ നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. അതായത് ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത്. അതായത് ഒരുപാട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ കുറച്ച് പരിചയക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് അധികം കഷ്ടപ്പെട്ടാണ് ഞാൻ ഇത്രയുള്ളൊരു ഫാൻ ഉണ്ടാക്കിയത്. അതായത് ഈ 12 വോൾട്ടിൽ ഈ സാധനം നമുക്ക് കറക്കിയെടുക്കുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതായത് ഇത് ഏകദേശം ഒരു 15 കിലോ വരെ വെയിറ്റ് വന്ന ഒരു ഫാനാണത്. അപ്പോൾ നമ്മൾ ആ സാധനം നേരെ എടുത്തിട്ട് അത് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞ ശേഷം നമ്മൾ അതിൻ്റെ ആ റൗണ്ടിൽ തന്നെയുള്ള ഒരു ചെറിയൊരു പലക കഷ്ണം എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ തുളച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ബാരിങ് ഇറക്കാൻ പോകണം. അപ്പോൾ ഈ സാധനം നമ്മുടെ ലീഫെല്ലാം ഫിറ്റ് ചെയ്യാൻ പോണത് ഈ പലക പോലത്തെ ആ ഒരു പീസുമ്പോൾ നമ്മൾ ലീഫെല്ലാം ഫിറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ ഇനിയിപ്പോൾ അതിൻ്റെ ആ സെൻറ്റർ കറക്റ്റായിട്ട് നോക്കിയിട്ട് നമ്മൾ ആ സാധനം അതുപോലെ തന്നെ നമ്മളിത് ഈ ഡ്രില്ലിൻ്റെ സാധനം അത്ര ഹോളടിച്ച് നമ്മളതിൻ്റെ ഉള്ളിലോട്ട് കറക്റ്റ് ടൈറ്റിലാണ് നമ്മൾ ഇറക്കി കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ ഹോളടിച്ചപ്പോൾ ഇത്തിരി ലൂസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കറക്റ്റ് അലൈൻമെൻറ്റ് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വേറെ തകിടുകൾ വെച്ചാണ് ഈ സാധനം നമ്മൾ ഈ ടൈറ്റ് ചെയ്ത് നമ്മൾ ചെയ്തേക്കണത്. ഇനിയിപ്പോൾ ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈക്കിളിൻ്റെ ബാക്കിലെ ബീലുമേൽ നമ്മൾ ഫ്രീ വീലൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ആ ഭാഗം തന്നെ നമ്മൾ കമ്പിയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അത് ഒന്ന് കട്ട് ചെയ്ത് ഒരു ചെറിയൊരു പീസാക്കണം. അതായത് ഫ്രീ വീല് ഇരിക്കാൻ പാകമുള്ള നമ്മൾ ആ പീസ്, അതായത് ഫുള്ളായിട്ടത് വേണ്ടല്ലോ. അപ്പോൾ ആ പകുതി കട്ട് ചെയ്തിട്ട് അതിൻ്റെ കടക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ അതും മേടിഞ്ഞ് ഫ്രീ വീല് സെറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടുപോയി നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോയി ഫാനുമ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആ സാധനം ആ പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടാ ഇനി വേണ്ട നമ്മൾ ലീഫിൻ്റെ പണി നോക്കണം. അപ്പോൾ ഞങ്ങൾ ഒരു പണി, ഞാൻ ഫാമിലി വൈഫും കൂടി നേരെ മട്ടാഞ്ചേരി പോയി ഞങ്ങൾ ഈ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി നോക്കിയപ്പോൾ നമുക്ക് പറ്റിയ 1 സെൻറ്റിമീറ്റർ കാരണം 5 ഇഞ്ച് വീതി 8-9 അടി നീളമുള്ളൊരു പീസ് എടുത്ത് അതിനൊരു പീസിന് ഏതാണ്ട് ഒരു 310 രൂപയോളം വില വരുള്ളൂ. പിന്നെ നമ്മൾ ഈ പറഞ്ഞിട്ട് നമ്മൾ അലൂമിനിയം വെച്ച് ചെയ്യാന്ന് വെച്ചപ്പോൾ അതിന് ഭയങ്കര പൈസ കൂടുന്നു. 2000, 2300, 2500 വരും. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരുപാട് പൈസ വരും. അപ്പോൾ നമ്മളത് കാരണം മാക്സിമം പൈസ കുറച്ചിട്ടുള്ള പരിപാടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാരണം നമ്മളത് ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ സാധനം നമ്മൾ എടുത്തത്. ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുമായിരിക്കുള്ളൂ, നമുക്ക് പെട്ടെന്ന് പണിയും തീരും, പൈസയും കുറച്ച് വരുള്ളൂ. അപ്പോൾ നമ്മളത് എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു. ഇനി നമ്മൾ എടുത്തേക്കണ മരത്തിൻ്റെ പീസ് നമ്മൾ ബാരിങ്ങൊക്കെ എടുത്തിട്ട് ആ ഇരുമ്പിൻ്റെ പീസിൻ്റെ ഉള്ളിലോട്ട് കയറ്റി ആ ഷാഫ്റ്റുമ്പോൾ കയറ്റിയിട്ട് നമ്മളിങ്ങനെ ഹോൾട്ട് ആക്കണം. അപ്പോൾ നമ്മൾ വേറെ ടെക്നോളജിയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതെന്നുണ്ടെങ്കിൽ ഈ ഇരുമ്പ് പീസ് കറങ്ങണ ഒരു ടെക്നോളജി ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ അതൊരു സേഫ്റ്റി ആയിട്ട് തോന്നിയില്ല എനിക്ക്. അതൊരുപാട് ടൈം കൊടുക്കുകയും ചെയ്യും, പിന്നെ ഒരുപാട് പണി വരികയും ചെയ്യും. നമ്മളപ്പോൾ അത് കാരണം ആ പീസുമ്പോൾ തന്നെ വെച്ചുകൊണ്ട് ഈ പലകയുമ്പോൾ കംപ്ലീറ്റ് മാർക്ക് ചെയ്ത് അത് തുളച്ചെടുത്തിട്ട് അതും വേണം നമ്മൾ ലീഫ് ഫിറ്റ് ചെയ്യാൻ പോകണം. പിന്നെ അതിന് മുമ്പ് തന്നെ ഈ പലകയുടെ ഒരു അലൈൻമെൻറ്റൊക്കെ നമുക്ക് നോക്കണം. അത് വല്ല മാറ്റങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ അലൈൻമെൻറ്റ് തീർക്കുകയും വേണം. നമ്മുടെ ക്രാങ്ക് കണ്ട നമ്മൾ ഈ പറഞ്ഞിട്ട് ഇത് മേടിച്ചപ്പോൾ തന്നെ ക്രാങ്ക് ഉൾപ്പെടെ മേടിച്ചത്. ഇനി അത് നമ്മൾ അതിൻ്റെ റിബേറ്റ് കളഞ്ഞിട്ട് നമ്മളത് റിലീസ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ പീസും നിന്ന് അത് കട്ട് ചെയ്ത് മാറ്റി നമ്മളത് ക്രാങ്ക് മാത്രമായിട്ട് എടുത്തേക്കാണ്.
ഇനിയിപ്പോൾ ചെയ്യാൻ പോകണം നമ്മൾ പട്ടയായിട്ട് എടുക്കേണ്ടത്. പട്ടയെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്തൊരു പട്ട നീളം കുറഞ്ഞ് പോയിട്ട് അതിൻ്റെ ഹോളെല്ലാം അടിച്ച് എല്ലാ ഹോളിട്ട് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ നീളം കുറവായിട്ട് നമുക്ക് തോന്നി. പിന്നെ അത് നമ്മൾ മാറ്റിയത്. എന്നിട്ട് നമ്മൾ ഈ പട്ടക്ക് മാക്സിമം ഒരു 12 ഇഞ്ച് വരെ നീളം കൊടുക്കുക നമ്മൾ. അതായത് നമ്മൾ ലാപ്പായിട്ട് പിടിക്കണമെങ്കിൽ അത്ര വേണം. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ച സാധനത്തിനേക്കാളും കൂടുതൽ വലിപ്പമാണ് നമ്മൾ പിന്നെ എടുത്തത്. അതായത് മറ്റത് പറ്റൂലെന്ന് തോന്നി അത് പിന്നെ ഉപേക്ഷിച്ച് ആ പണി ഉപേക്ഷിച്ച്. അപ്പോൾ അങ്ങനെ ഒരുപാട് ടൈം പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തേക്കണം. ഇപ്പോൾ ഇത് എടുത്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഒരു 15 ഇഞ്ച് വരെ അടികളുണ്ട് ഒരു പീസ്. ഇതും വേണം നമ്മളിഞ്ഞ് ഈ സാധനം നമ്മളിഞ്ഞ് ലൈറ്റ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഈ പറഞ്ഞിട്ട് അവിടെ ഇട്ട് പിരിച്ചാണ് ഈ സാധനം നമ്മൾ കൈക്കന്നെ പിരിച്ചുണ്ടാക്കുന്നത്. അതായത് ഒറ്റ ആംഗിളിൽ പിരിച്ച് വയസ്സും വിട്ട് മുറുക്കിയിട്ട് നമ്മൾ വേറൊരു പൈപ്പ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഹോൾ അടിച്ചിട്ടാണ് ഈ സാധനം നമ്മൾ പിരിച്ചെടുത്തത്. ആ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതായത് ആ സമയത്ത് എടുക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായില്ല. കാരണം നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് സ്റ്റാൻഡും കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടുണ്ടായില്ല. അപ്പോൾ ആ കടയിൽ ആരും ഉണ്ടായേമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ സാധനം അവിടെ ഇട്ട് പിരിച്ചെടുത്ത് നമ്മൾ ഈ സാധനം കൊണ്ടുവന്ന് ഇനിയിപ്പോൾ നമ്മൾ കയറ്റാൻ വിളിച്ചിട്ട് നമ്മൾ നേരെ ഇനി മറ്റേ ആ എന്താ പറയുക നമ്മളുണ്ടാക്കിയ റൗണ്ടും വേണ്ടി ഈ സാധനം ഇനി ഫിറ്റ് ചെയ്യാൻ പോണത്. ടൈ എടുത്തേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ട് നന്നായിട്ട് ബെൻഡൊക്കെ അടിച്ച് നിവർത്തി നല്ല പിരിവ് വരെ തീർത്തിട്ടാണ് നമ്മൾ ഈ പട്ട നമ്മൾ കറക്റ്റായിട്ട് എടുത്തേക്കണത്. അല്ലെങ്കിൽ ഈ സാധനം ചൂവാവില്ല. നമ്മൾ അത്രയ്ക്ക് പെർഫെക്റ്റാണ് നമ്മളെല്ലാ പണി ചെയ്തേക്കണത് ഇതിനു വേണ്ടി. അപ്പോൾ നമ്മൾ പിരിച്ചിട്ട് ഈ സാധനം പിരിച്ച് നമ്മൾ വേണ്ട കറക്റ്റായിട്ട് പിരിച്ചിട്ടുണ്ടാകും. അപ്പുറത്തെ ഒരു പട്ടി ഇരിക്കണ്ടാകും. നമ്മൾ ആദ്യം കൊടുത്ത് പെട്ടിയുണ്ട്. പക്ഷെ അതിന് നടപടിയായില്ല, ഭയങ്കര നിലനിറായിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 6 പട്ടി നമ്മൾ കറക്റ്റ് ആംഗിളിൽ പിരിച്ച് ഇനിയിപ്പോൾ ഇതെന്നുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ മാറ്റണം നമ്മൾ. അതായത് ഈ സാധനത്തും വേണ്ട ഇതുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ പറഞ്ഞിട്ട് ഞെട്ടിട്ട് മുറുക്കിയിട്ട് ഇത് കംപ്ലീറ്റ് അലൈൻമെൻറ്റ് എല്ലാം മാറ്റിയിട്ട് വേണം നമ്മൾ ഇനി ഇത് മൊത്തത്തിൽ സെറ്റ് ചെയ്യാനായിട്ട്. അതായത് ഇതിപ്പോൾ നമ്മൾ വെക്കണ പട്ട എന്തെങ്കിലും ചരിവോ അല്ലെങ്കിൽ നീവരില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ കൈക്ക് വിരിച്ചാരണം എന്തെങ്കിലുമൊക്കെ ഫാൾട്ടുകൾ അതിനുണ്ടാവില്ല. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു പീസുകൾ വെച്ച് ഓരോ സൈഡ് പൊക്കി അങ്ങനെ കൊടുക്കുമ്പോഴേ ഇതിന് കറക്റ്റ് അലൈൻമെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി എടുത്തേക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷീറ്റ് എടുത്തേക്കണം. 3mm എന്നുള്ള ഷീറ്റാണ് എടുത്തേക്കണം. അതായത് നമുക്ക് പലക മാത്രമുള്ള നമ്മൾ വെച്ചാൽ അപ്പോൾ ഇത്രയും വെയിറ്റുകൾ ഇതിന് വരുമ്പോൾ നമുക്ക് അപ്പോൾ അത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക കവറിങ്ങിന് അതായത് ഒരു വാഷർ പോലെ സംഭവത്തിൽ നമ്മൾ ഇത്തരം വലിപ്പത്തിൽ ആ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളത് അപ്പുറത്തും ഇട്ട് മുറിക്കുമ്പോൾ സാധനം വില കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ എൻ്റെ ലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മേടിച്ചേക്കണ പട്ട കറക്റ്റായിട്ട് തുളച്ച് എല്ലാ ആംഗിളും ഒറ്റപോലെ വളച്ചെടുത്ത് നമ്മളിനി അതുമ്പോൾ സെറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ അതിന് സെറ്റ് ചെയ്യുമ്പോൾ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കണം. അലൈൻമെൻറ്റ് നോക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലീഫ് പോലും പൊന്തിരുന്നുണ്ടെങ്കിൽ ഫാന് ഭയങ്കര ആട്ടം കൂടുതലായിരിക്കുള്ളൂ. അതിപ്പോൾ ഫാൻ മാറുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലീഫ് പൊന്തിരുന്നിട്ടാണ് ഈ ഫാൻ വെറുതെ കിടന്ന് ആടിക്കളിക്കണത്. അപ്പോൾ അതുപോലെ ഇനി കറക്റ്റായിട്ട് അലൈൻമെൻറ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് ഒന്നത് ഇത്രയും വെയിറ്റ് തന്നെ ഒരു ഫാനാണത്. അപ്പോൾ കാരണം ഇപ്പം നമ്മളിനി ആ പട്ട സ്ക്രൂ ചെയ്ത് മുറുക്കിയിട്ട് നമ്മൾ അതിൻ്റെ അലൈൻമെൻറ്റും നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ നല്ല സ്മൂത്തായിട്ട് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യിക്കാൻ വേണ്ട നമ്മൾ ചെറിയൊരു കമ്പി കഷ്ണം ഒരു മരത്തടിമ ഒരു പലകേമ വെച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ ഇത് നോക്കിയിട്ട് നമ്മളിങ്ങനെ കറക്കി നോക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പി മുട്ടുണ്ടെങ്കിൽ നമ്മൾ അലൈൻമെൻറ്റൊക്കെ മാറ്റി അത് പൊക്കാണ്ടെങ്കിൽ പൊക്കി കറക്റ്റായിട്ട് നമ്മളാണ് ചെയ്യണത്. അതായത് എനിക്കെന്ന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് എന്തെങ്കിലും ചെയ്യണത് കറക്റ്റായിട്ട് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യം വരും. അപ്പോൾ തന്നെ ആ സാധനം ഉപേക്ഷിച്ച് കളയും. അങ്ങനത്തെ ഒരു മൈൻഡാണ് എൻ്റെ ഉള്ളത്. അപ്പോൾ അതാണ് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിരിക്കണം. ആ ഒരു മൈൻഡിലാണ് നമ്മൾ ഇതെല്ലാം ഇത്രയൊക്കെ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമ്മൾ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യണത്. ഇതുപോലെ വേറെ ടെക്നോളജിയിലാണ് ഈ ആദ്യം ഫ്രീ വീൽ പിടിപ്പിച്ചത്. പക്ഷെ അതൊരു സുഖമായിട്ട് എനിക്ക് തോന്നില്ല. അതായത് അത്ര സേഫ്റ്റി പോരാ. അതാണ് അത് മാറ്റിക്കൊണ്ട് നമ്മൾ നേരെ ഈ നമ്മൾ ലീഫൊക്കെ പിറ്റേക്കണ ആ പ്ലേറ്റ് അതായത് ആ മരക്കഷ്ടത്തിൻ്റെ അടിയിൽ കൂടി നമ്മൾ വീണ്ടും നമ്മളൊരു 4 ഇഞ്ചിൻ്റെ ഞെട്ടുമോട്ടും മേടിച്ച് അതിൻ്റെ മുകളിൽ 2-3 ഇഞ്ചിൻ്റെ ഒരു ഡെമ്മി
തുളച്ച് ഹോളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി കൊടുത്തേക്കാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ 2.5 ഇഞ്ചിൻ്റെ പൈപ്പ് എടുത്ത് കറക്റ്റ് മട്ടക്കേടായിട്ട് മട്ടത്തിന് കറക്റ്റായിട്ട് തീർത്തിട്ട് അതിൻ്റെ മുകളിലും വേറെ ഒരു പ്ലേറ്റ് വെച്ച് വെൽഡ് ചെയ്യണം. എന്നിട്ട് അതും വേണം നമ്മൾ ഈ ഫ്രീ വീൽ ഇനി കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. അതും ഇനി അലൈൻമെൻറ്റ് നോക്കേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ ടെക്നോളജി അങ്ങനെ വിജയിക്കാത്തതാണ് നമ്മളിത് ചെയ്യണത്. അത് ഇതാണ്ട് നമ്മുടെ അളവിനൊക്കെ കട്ട് ചെയ്ത് ലീഫാണ്, കറക്റ്റ് അളവിന് കട്ട് ചെയ്തേക്കണം. ഇനി അത് നമ്മൾ ഇനിയിപ്പോൾ ഹോളൊക്കെ അടിച്ച് അത് പോളിഷ് ചെയ്ത് നമ്മൾ ഇനി എടുക്കണം. ഇനി അടുത്ത പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫ്രീ വീലുമ്പോൾ നമ്മൾ MC വെക്കുകയാണ്. MC വെച്ച് എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഒന്ന് സ്ക്രൂ ചെയ്തിട്ട് അലൈൻമെൻ്റ് ഒന്നും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ MC ഇത് കംപ്ലീറ്റ് ഇട്ടിട്ട് അലൈൻമെൻറ്റ് തീർത്ത ശേഷവും നമ്മളൊരു ദിവസം കഴിഞ്ഞിട്ട് അത് ഉണങ്ങി കഴിഞ്ഞ ശേഷമാണ് നമ്മളതപ്പോൾ ബലോയി അവിടെ ഇരുന്നോളൂ, ഒട്ടിയിരുന്നോളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി സ്ക്രൂ ചെയ്ത് നമ്മൾ മുറുക്കണത്. അല്ലെങ്കിൽ അതിന് മുമ്പ് സ്ക്രൂ ചെയ്യുകയാണെങ്കിൽ ഈ സാധനത്തിന് അലൈൻമെൻറ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അലൈൻമെൻ്റ് എല്ലാം തീർത്തിട്ട് അതുണ്ടാവും. ഒരു അനക്കം പോലെയും അതിനില്ല, അത്രയ്ക്ക് പെർഫെക്റ്റായിട്ടാണ് നമ്മൾ ആ സാധനം ചെയ്തത്. അതിന് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ സാധനം ചെയിൻ എന്തായാലും കറങ്ങുമ്പോൾ തെറ്റിപ്പോവും. അതാണ് നമ്മൾ അത്രയ്ക്ക് പെർഫെക്റ്റായി ചെയ്തേക്കണത്. ഇനിയിപ്പോൾ നമ്മൾ മോട്ടറും പിടിപ്പിക്കാൻ പോകുന്ന ഒരു ക്ലാമ്പ് പോലത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടേക്കണം. അപ്പോൾ അത് ഈ ക്ലാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊക്കയും താത്തയും ചരിക്കുകയും എങ്ങനെ വേണം ചെയ്യാം. അങ്ങനത്തെ ഒരു ടെക്നോളജി നമ്മളൊന്ന് യൂസ് ചെയ്തത്. അതായത് ഈ പറഞ്ഞിട്ട് ചെയിൻ ഇടുമ്പോൾ നമുക്ക് എന്തെങ്കിലും പിരിച്ചില്ല എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ റെഡിയാക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു സംഭവങ്ങൾ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ വർക്ക്ഷോപ്പിലോട്ട് കയറേണ്ടത് നമ്മുടെ റൂം തന്നെയാണ് അത്. അപ്പോൾ നമ്മളവിടെ 2 മോട്ടർ കിടപ്പുണ്ട്. അപ്പോൾ ആ മോട്ടർ ഒരെണ്ണം നമ്മൾ അത് വെച്ച് നോക്കിയിട്ട് ശരിയായില്ലത്. അപ്പോൾ അടുത്ത മോട്ടർ നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു ചേട്ടൻ നിൽക്കുന്ന മോട്ടറാണ്. പുള്ളിക്കാരൻ്റെ വീട്ടിൽ ഡിഷ് തിരിക്കുന്ന ഒരു ഗിയർ സിസ്റ്റമുള്ള മോട്ടറാണ്, 12 വോൾട്ടിൻ്റെ തന്നെ. അപ്പോൾ എന്നുണ്ടെങ്കിൽ ഇത് പുള്ളിയുടെ ഉണ്ടായാലാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ആലോചന വന്നത്. അപ്പോൾ ഈ മോട്ടർ ഉണ്ടായാലും അത് വെച്ച് നോക്കിയാലാണ് അത് റെഡിയായില്ല. അപ്പോൾ ആദ്യത്തെ മോട്ടർ വെച്ചിട്ട് റെഡിയായില്ല. അപ്പോൾ ഇതിന് നമുക്ക് യൂസ് ചെയ്യണമെന്ന് മനസ്സിലായത്. അതുകൊണ്ട് പുള്ളിക്കാരനാണ് എനിക്ക് എല്ലാ സപ്പോർട്ടും കൂടുതൽ തന്നത്. അതായത് പുള്ളിക്കാരൻ ഇപ്പോൾ എന്തെങ്കിലും വെൽഡ് ചെയ്യാൻ പുള്ളിയുടെ വീട്ടിൽ കൊണ്ട് വെൽഡ് ചെയ്ത് തരും. പുള്ളിക്കാരൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം. എപ്പോൾ വിളിച്ചാലും പുള്ളി സ്പോട്ടിൽ വരികയും ചെയ്യും. പുള്ളിയുടെ ആ ജോലി കഴിഞ്ഞിട്ടായാലും എനിക്ക് ആ സംഭവങ്ങളെല്ലാം ചെയ്തു തരാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്തേക്കുന്നത് നമ്മൾ പിന്നെ ക്രാങ്കുമ്പോൾ നമ്മൾ ചെയ്തേക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അലൈൻമെൻറ്റ് കറക്റ്റാകാൻ വേണ്ടി നമ്മൾ 4 സൈഡിലും 8 ബോൾട്ട് തൊട്ട് നമ്മളത് വെൽഡ് ചെയ്ത് തന്നേക്കുന്നത്. അപ്പോൾ എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അലൈൻമെൻറ്റ് കറക്റ്റാക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ മോട്ടറാണ് നമ്മൾ ഹരിചാറിൻ്റെ മോട്ടറാണ് നമ്മൾ ഇതിനകത്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ നേരെ ഒരു വാഷ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് അതിൻ്റെ തുമ്പത്തിന് ത്രെഡ് സിസ്റ്റമാണ്. അത് കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാമായിരുന്നു കേട്ടോ. അപ്പോൾ അതായത് നമ്മൾക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ വാഷ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ നമ്മുടെ ക്രാങ്ക് വെച്ച് അതിൻ്റെ മുകളിലിട്ട് ഞെട്ടുമ്പോട്ട് മുറുക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ കറക്കി നോക്കിയിട്ട് അതിൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. വേറെ കുഴപ്പങ്ങളൊന്നും വരാറില്ല. അപ്പോൾ അതായത് നമുക്കത് ഭയങ്കര ഹെവി ലോഡ് എടുക്കുന്ന മോട്ടറായതുകൊണ്ട് നമ്മളത് ആ മോട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പോണത്.
ഇത് നമ്മുടെ രണ്ടാമത്തെ ക്ലാമ്പാണ് കേട്ടോ. മറ്റേ മോട്ടർ വെച്ച് ശരിയാകാത്ത കാരണം വേറെ അടുത്ത ക്ലാമ്പ് നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ നമുക്കും ഈ സാധനം വെൽഡ് ചെയ്ത് ആ പുള്ളി തന്നെ ഇട്ട് തന്നെ പുള്ളിക്കാരൻ ജോലി സ്ഥലത്ത് നിന്ന് പുള്ളി വന്നിട്ടാണ് നമുക്ക് സാധനം വെൽഡൊക്കെ ചെയ്ത് തന്നത്. അത്രയ്ക്ക് എൻ്റെ ഭയങ്കര സപ്പോർട്ടാണ് പുള്ളി എനിക്ക് തന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഈ ക്ലാമ്പ് എന്നുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് അങ്ങോട്ട് അതുമ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് മോട്ടറേറ്റ് പിന്നെ 2 ഞെട്ട് ബോൾട്ട് മുറുക്കി കളയണം. അപ്പോഴും അതും എങ്ങാട് വേണമെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്കത് തിരിക്കുക മറിക്കുക എല്ലാം ചെയ്യാം. അങ്ങനത്തെ ഒരു ക്ലാമ്പാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് നമ്മളിനി ആ മോട്ടർ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ ആ എൻജിൻ്റെ അതായത് ആ മോട്ടർ വെച്ചേക്കുന്ന സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി കൊണ്ട് തൂക്കാൻ വേണ്ടി ഇനി ഇതുമ്പോൾ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കിയിട്ട് നമ്മളതിൻ്റെ കറക്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഇപ്പോൾ കറങ്ങുമ്പോൾ അങ്ങനെ അലൈൻമെൻറ്റൊക്കെ കറക്റ്റ് ആയിരുന്നു. നമുക്ക് ചെയിനൊന്നും തെറ്റിപ്പോണില്ല. അപ്പോൾ ഇനി നമ്മൾ നേരെ കൊണ്ടുപോയി സാധനം കൊണ്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഒരു കുതിരയൊക്കെ ഇട്ട് അതുമ്പോൾ നമ്മുടെ ഒരു 12-ൻ്റെ കമ്പിയാണ് നമ്മൾ യൂസ് ചെയ്തേക്കണം. അല്ലെങ്കിൽ ചെറിയ കമ്പി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പൊളച്ചിൽ വരും. അപ്പോൾ അത് നമുക്ക് കൊണ്ടുപോയി നമ്മൾ നേരെ കൊണ്ടുപോയിക്കൊണ്ടിൻ്റെതാ നമ്മളെ ഫാനിൻ്റെ തന്നെ ആ ഈ വാഷറും കാര്യങ്ങളും എടുത്തിട്ട് അതുമ്പോൾ തന്നെയാണ് നമ്മൾ ഈ സാധനം തൂക്കണത്. തൂക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ചരിവുണ്ട്. ചരിവ് എന്ന് പറഞ്ഞാൽ നമ്മളിനി വേറെ ആ മോട്ടറിൻ്റെ വെയിറ്റുള്ള ഒരു സൈഡിലേക്ക് ചരിഞ്ഞിറക്കണത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അതുമേയും കൂടി ഒരു ചെറിയ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ലെവലായിട്ട് നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ ഇനി ലീഫുകളൊക്കെ അത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് മൊത്തം നമ്മൾ ലീഫ് സെറ്റ് ചെയ്യാൻ പോയിട്ട് അതായത് നമ്മളിത് ഈ പറഞ്ഞിട്ട് 6 ലീഫാണ് നമ്മൾ അത് സെറ്റ് ചെയ്യാൻ എടുത്തേക്കണത്. അപ്പോൾ നമ്മളിത് മൊത്തം ലീഫൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കറക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ഫാൻ്റെ എല്ലാ പണി ഫിനിഷ് പോയിന്റിലെത്തിയൊക്കെയാണ്. നമ്മളിത് കറക്കി നോക്കിയപ്പോൾ ഈ സാധനം കറങ്ങിയിട്ട് നല്ല ഉഗ്രം കാറ്റുള്ള അതായത് നമുക്കത് എന്താ പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. അതായത് നല്ല കാറ്റെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല കാറ്റ് നിന്ന് കിട്ടുന്നുണ്ട്. അതായത് മെയിനായിട്ട് 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യണത്. പിന്നെ ഇത്ര വലിയ ലീഫിൽ ഈ സാധനം വർക്ക് ചെയ്യുമോയെന്ന് എന്നോട് പലരും ചോദിച്ചായിരുന്നു. പക്ഷെ നമ്മളത് മെയിനായിട്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വിശ്വാസമുണ്ട് ഈ സാധനം കറങ്ങി വർക്കൗട്ട് ആവുമെന്നുള്ള ഒരു മൈൻഡ് എൻ്റെ കയ്യിലുണ്ടായി, എൻ്റെ മനസ്സിലുണ്ടായി. അതാണ് ഞാൻ കൂടുതലും ഇതിൻ്റെ പിന്നാലെ നടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ സാധനം ശരിയാക്കി എടുത്തത്. അതായത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായില്ല. പിന്നെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഐഡിയകളുള്ളത്. പിന്നെ ഇതുകൊണ്ട് മറ്റുള്ളവരൊരു കോപ്പിയിലോട്ട് നമ്മൾ ഒരിക്കലും പോകണില്ല. അതായത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തുണ്ടാക്കണമെങ്കിൽ അതിനാണൊരു വില നമുക്ക് കിട്ടണത്. പിന്നെ എന്തുകൊണ്ട് ഇതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അഡാപ്റ്ററാണ്. ഇതിൻ്റെ അഡാപ്റ്ററിന് ഒരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഒറിജിനലി അഡാപ്റ്റർ തന്നെയാണിത്. അപ്പോൾ ഇത് ഡിഷ് തിരിക്കണ ഒരു മോട്ടറായിരുന്നല്ലോ ഇത്. അപ്പോൾ ഇതിൻ്റെ അഡാപ്റ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് പഴക്കം ചെന്ന ഇത് ഒരുപാട് പഴക്കമുണ്ട് ഇനി. പക്ഷേ എന്നാലും നല്ല അടിപൊളിയായിട്ട് സാധനം വർക്ക് ചെയ്യേണ്ടായത്. അപ്പോൾ ഇതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ നമ്മൾ വീട്ടിലേക്ക് മ്യൂസിക് വെക്കണ ഒരു സബ് വെക്കണതിൻ്റെ അത്ര കറണ്ട് ആശി സാധനത്തിന് വരുള്ളൂ. 12 വോൾട്ടാണ് ഈ സാധനം വർക്ക്. 12 വോൾട്ടിൽ എന്ത് വർക്ക് ചെയ്താൽ ഇത്രയും കറണ്ട് ആവശ്യപ്പെടുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ബാറ്ററി ഉണ്ട്, ഇതൊരു കമ്പ്യൂട്ടറിൻ്റെ ബാറ്ററിയാണിത്. ഇതിൽ വരെ നമ്മൾ ഈ സാധനം വർക്ക് ചെയ്യിക്കണം. അതായത് ഇതൊരു അത്രക്ക് നമുക്ക് ഹെവി ആയിട്ട് ഈ സാധനം കറങ്ങുന്നുണ്ടെങ്കിലും പക്ഷേ ഇതിൽ വരെ ഈ സാധനം വർക്ക് ചെയ്യിക്കാൻ നമുക്ക് പറ്റും. അതാണ് കൂടുതലും ഞാനിത് ഈ ബാറ്ററി എടുത്ത് കാണിച്ചിട്ട്. അപ്പോൾ നമുക്ക് കറണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ ബാറ്ററി ഉണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് കാറ്റുള്ളാനായിട്ട് ഈ പറ്റുമത്. അതിന് വേണ്ടിയാണ് നമ്മൾ ഇത് കാണിക്കണേണ്ട കൂടുതലും.
പിന്നെ ഇന്ന് പറയാനുള്ളത് വെച്ചാൽ ഇതിൻ്റെ കാറ്റ് തന്നെ ഭയങ്കര ഇളം കാറ്റ്. അത് നമ്മൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുമ്പോൾ ഉള്ള നല്ലൊരു കാറ്റുകളിൽ ഇപ്പോൾ കടപ്പുറത്തൊക്കെ പോയിരിക്കുമ്പോൾ നല്ല ഒരു കാറ്റുണ്ട്. അതായത് നല്ല തണുത്ത കാറ്റാണ് ഇതിനുള്ളത്. അതായത് ഒരുപാട് സ്പീഡൊന്നും ഇത് ഈ ഫാൻ ഇല്ലാത്തതാണ്. പക്ഷേ ഈ ഉള്ള കാറ്റിന് ഭയങ്കര കൂളിംഗ് ആയിട്ടുള്ളൊരു കാറ്റാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. അതാണ് കൂടുതലും ഇങ്ങനത്തെ ഒരു ഫാൻ ഉണ്ടാക്കാനുള്ളൊരു മനസ്സ് എനിക്ക് വന്നത്. പിന്നെ എന്നുണ്ടെങ്കിൽ പൈസ കുറവാണ്. പിന്നെ എന്നുണ്ടെങ്കിൽ എന്താ പറയുക, മെയിനായിട്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ 12 വോൾട്ട് സാധനം വർക്ക് ചെയ്യണത് ഒരുപാട് കറണ്ട് ആവശ്യം വരില്ല. അതാണ് കൂടുതലും ഇങ്ങനത്തെ ഒരു ഫാൻ ഉണ്ടാക്കാനുള്ള ഒരു ആശയം എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.